ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നോർമലി ഞാൻ സോഷ്യൽ സയൻസ് സെക്കൻഡാണ് കൂടുതൽ പഠിപ്പിക്കാറ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഓണം എക്സാമിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് പേര് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് ക്ലാസ് കൊള്ളാം, ഇനിയും ക്ലാസ്സുകൾ തുടർന്ന് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കൂടെ അപ്ലോഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അറിയാമല്ലോ, നിങ്ങളുടെ സപ്പോർട്ട് എന്ത് ചെയ്യുക, ലൈക്കായിട്ടും ഷെയറായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ തൊട്ടുമുമ്പത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാക്ക് നമുക്ക് അത്ര പരിചയമുള്ള വാക്കല്ലേ, ഡെമോഗ്രഫി. അപ്പോൾ എന്താണ് ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് ഡെമോഗ്രഫി? ഓക്കെ, അപ്പോൾ സയൻസിൻ്റെ കുറച്ചുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഡെമോഗ്രഫി. ഇവിടെ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും പോപ്പുലേഷനെ പറ്റിയാണ്. ഓക്കെ, പോപ്പുലേഷൻ്റെ സൈസ്, പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ, അതായത് ബർത്ത് റേറ്റ് എന്താണ്, ഡെത്ത് റേറ്റ് എന്താണ്, മൈഗ്രേഷൻ എന്താണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, സെക്സ് റേഷ്യോ, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ ചേരുമ്പോഴാണ് പോപ്പുലേഷൻ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ പോപ്പുലേഷനിൽ മാറ്റങ്ങൾ വരുന്നതും. അപ്പോൾ ഈ പറയുന്ന പോപ്പുലേഷനെ പറ്റിയും പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയും പഠിക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഡെമോഗ്രഫി. അപ്പോൾ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയാൻ പറ്റും, ഡെമോഗ്രഫി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷനെ പറ്റിയുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ഈ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡെമോസ് അഥവാ പീപ്പിൾ എന്നും ഗ്രാഫീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ അല്ലേ. അപ്പോൾ ആൾക്കാരെ ഡിഫൈൻ ചെയ്യുക, ആൾക്കാരെ പറ്റി പഠിക്കുക എന്നതാണ് ഈ ഡെമോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഡെമോഗ്രഫി എന്ന് വെച്ചാൽ പോപ്പുലേഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ അല്ലേ. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം അല്ലേ. ഒരു നിശ്ചിത സമയം, ഒരു 10 വർഷമാണ് നമ്മൾ നോർമലി എടുക്കാറ്. ഈ വർഷത്തിനകത്ത് നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അതാണ് നമ്മുടെ പോപ്പുലേഷൻ. 2011 നമ്മൾ സെൻസസ് എടുത്തിരുന്നു, പിന്നീട് 2021 കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ് അറിയാലോ, UNOയുടെ ഒരു ഏജൻസിയാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് 2023 നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 804.5 കോടിയാണ്. 804 അല്ലെ, 804.5 കോടിയാണ്. അതിൽ നമ്മുടെ ഇന്ത്യയിലെ മാത്രം പോപ്പുലേഷൻ 142.86 കോടിയാണ്. ഏതാണ്ട് ഇപ്പോൾ നോക്കിയാൽ രാജ്യത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ചൈനയാണ്. അപ്പോൾ നമുക്ക് വരുന്നൊരു ചോദ്യമാണ് അല്ലേ, എന്തിനാണ് ഈ പറയുന്നതിനെ പറ്റി പഠിക്കുന്നത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഈ പോപ്പുലേഷനെ പറ്റി കണക്കെടുക്കുന്നത്? പോപ്പുലേഷനെ കണക്കെടുക്കുന്ന മെത്തേഡിനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ പേര് സെൻസസ് അല്ലേ. സെൻസസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വരും, അതുപോലെ സർവേ. ഈ 2 മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോപ്പുലേഷനെ പറ്റിയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സെൻസസിലൂടെ എണ്ണവും സർവേയിലൂടെ മറ്റ് പല ഘടകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. ഇന്ത്യയിൽ സെൻസസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഗവൺമെൻറ് ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നത്. 2 കാര്യങ്ങൾ പഠിച്ചു, ഓക്കെ അല്ലേ? എന്താണ് ഡെമോഗ്രഫി? ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സെട്ര. സിമ്പിളായി പറഞ്ഞാൽ ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷനെ പറ്റി നമ്മളൊരു
ഒരു ഓർഡറിൽ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഈ ഡെമോഗ്രഫിയിൽ ഇപ്പോൾ പഠിക്കുന്നത് പോപ്പുലേഷനെ പറ്റി. അപ്പോൾ വരുന്ന ചോദ്യമാണ്, എന്താണ് പോപ്പുലേഷൻ? ഒരു ഗിവൺ പീരീഡ് ഓഫ് സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോപ്പുലേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ കണക്കാക്കുന്നത് സെൻസസിലൂടെയും സർവേകളിലൂടെയുമാണ്. ഇന്ത്യയിൽ 10 കൊല്ലം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന കാര്യം ചെയ്യുന്നത്? എന്തിനായി ഡെമോഗ്രഫി, എന്തിനായി പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് സത്യത്തിൽ അവിടുത്തെ എന്താണ്, പോപ്പുലേഷൻ്റെ ഡേറ്റയാണ്. ഓക്കെ, സാമൂഹികമായിട്ടൊരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്ഥലം എത്രത്തോളം പുരോഗമിക്കുന്നു അല്ലെങ്കിൽ അത് മോശം അവസ്ഥയിലാണോ പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പോപ്പുലേഷനിലൂടെയാണ്. ഓക്കെ, നമ്മുടെ പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന പലതരം ട്രെൻഡുകൾ മനസ്സിലാക്കി, അതുകൊണ്ട് പോപ്പുലേഷൻ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഈ പറയുന്ന രാജ്യത്തിൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഡെമോഗ്രഫിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, ഡെമോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിന് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സോഷ്യൽ ഡെമോഗ്രഫിയും മറ്റൊന്ന് ഫോർമൽ ഡെമോഗ്രഫിയും. അത് കുറച്ചിതൊന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും. നമ്മൾ സോഷ്യൽ ഡെമോഗ്രഫിയിൽ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഡെമോഗ്രഫി എന്ന് വെച്ചാൽ പോപ്പുലേഷനെ പറ്റിയുള്ള സ്റ്റഡി. ഇവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കലായിട്ടുള്ള പാറ്റേൺസിനാണ്. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ, ജനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ കൾച്ചറൽ നോംസ്, അതായത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഫാമിലിയുടെ രീതി, അല്ലെ കുടുംബം എങ്ങനെ പോകുന്നു, കുടുംബത്തിൽ എത്ര കുട്ടികളാണ് നോർമലി, അല്ലെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 2 കുട്ടികളാണ് കോമൺ എങ്കിൽ ചിലയിടത്തത് 5 കുട്ടികളായിരിക്കാം, 4 കുട്ടിയായിരിക്കാം, 1 കുട്ടിയായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി പഠിക്കുന്നു. ഇനി ട്രേഡ്, ഇൻഡസ്ട്രി, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ലെവല്, വെൽത്ത് ഡിസ്ട്രിബ്യൂഷനൊക്കെ പോപ്പുലേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. അതുപോലെ ഗവൺമെൻറ് നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഈ പറയുന്ന പോപ്പുലേഷനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്ന ഡെമോഗ്രഫിയുടെ ബ്രാഞ്ചാണ് എന്ത്, സോഷ്യൽ ഡെമോഗ്രഫി. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസേജസ് എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലാക്കുക, പഠിക്കുക, അത് സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഇറ്റ് കോസസ് ദ കോൺസിക്വൻസ് ഓഫ് ചേഞ്ചസ്. അല്ലേ, ഈ പറയുന്ന പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ ഈ ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണെന്നാണ് സോഷ്യൽ ഡെമോഗ്രഫി പഠിക്കുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നല്ല മനസ്സിലാക്കി വയ്ക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോർമൽ ഡെമോഗ്രഫിക്കാണ്. അതായത് പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ പറയുന്ന ഫാക്ടേഴ്സ്, ഇപ്പോൾ പോപ്പുലേഷൻ സൈസ്, ഏജ് സ്ട്രക്ചർ, ജെൻഡർ റേഷ്യോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോപ്പുലേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്, ഫോർമൽ ഡെമോഗ്രഫി. ജസ്റ്റ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. ഇനിയിപ്പോൾ കൂടുതലും നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ വിട്ടേക്ക്. സോഷ്യൽ ഡെമോഗ്രഫിയും ഫോർമൽ ഡെമോഗ്രഫിയും ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ചാണ്. സോഷ്യൽ ഡെമോഗ്രഫിയിൽ നമ്മൾ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് പോപ്പുലേഷനെ പറ്റി പഠിക്കുമ്പോൾ, ഫോർമൽ ഡെമോഗ്രഫി സിമ്പിളായിട്ട് പോപ്പുലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് പോപ്പുലേഷൻ്റെ സൈസും പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ. തൊട്ട് മുമ്പ് അടുത്ത കഴിയുമ്പോൾ നമ്മളിത് പഠിക്കും കേട്ടോ. പോപ്പുലേഷൻ്റെ സൈസും പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചു പോകുന്നതാണ് എന്ത്, ഫോർമൽ ഡെമോഗ്രഫി. നമ്മൾ കൂടുതൽ ഫോർമൽ ഡെമോഗ്രഫിയിലോട്ടാണ് പോകുന്നത്. നോക്കാം. ഫോർമൽ ഡെമോഗ്രഫിയിൽ നമ്മൾ 2 കാര്യങ്ങൾ, ഒന്ന് പോപ്പുലേഷൻ്റെ സൈസിനെ പറ്റി നമ്മൾ പഠിക്കും, മറ്റൊന്ന് പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കും. നോക്കാം. എന്താണ് പോപ്പുലേഷൻ സൈസ് എന്ന് വെച്ചാൽ? എണ്ണം, അല്ലെ, നമ്പർ, അല്ലെ, എണ്ണത്തെപ്പറ്റി പറയുന്ന കാര്യമാണ് പോപ്പുലേഷൻ സൈസ്. ഈ പോപ്പുലേഷൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബർത്ത് റേറ്റ്, മറ്റൊന്ന് ഡെത്ത് റേറ്റ്, മൂന്നാമത്തേത് മൈഗ്രേഷൻ. ഇപ്പം ഞാൻ പറയുന്നില്ല ഇതിൻ്റെ വിശദീകരിച്ച്, കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് പോപ്പുലേഷൻ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ. ബർത്ത് എന്ന് വെച്ചാൽ ജനന നിരക്ക്, ഡെത്ത് എന്ന് വെച്ചാൽ മരണനിരക്ക്, മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ താമസം, അല്ലെങ്കിൽ ഒരിടത്ത് മറ്റൊരു സ്ഥലത്തോട് താമസം മാറി പോകുന്ന പരിപാടി. ഇനി സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? പോപ്പുലേഷൻ എണ്ണം പറഞ്ഞു, എണ്ണം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അല്ലേ. ഈ ഉള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റി എന്താണ്, അവരുടെ ഒരു കഴിവ് എന്താണ്, അവർക്ക് നമ്മുടെ വർക്ക് ഫോഴ്സിലോട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലേ. ആ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നത്. അതിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഏജ് സ്ട്രക്ചർ, ഏത് പ്രായത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഈവൻ പോപ്പുലേഷനിലുള്ളത്, അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്, അവിടുത്തെ ഡിപ്പെൻഡൻ്റ് റേഷ്യോ എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ഇങ്ങനെ മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു പോപ്പുലേഷൻ എന്തിനെ തീരുമാനിക്കുന്നത്? സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത്. മറ്റേതെന്തുവാണ്? എണ്ണം. കാരണം ഇപ്പോൾ ആലോചിക്കുക, ഏജ് ഓൾഡായിട്ടുള്ള വയസ്സായ ഒരു വലിയ പോപ്പുലേഷൻ അടുത്തുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതെ. മറ്റൊരു സ്ഥലത്ത് പോപ്പുലേഷൻ എണ്ണം കുറവാണ്, പക്ഷേ എല്ലാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്.
ഓക്കെ ആണോ? പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ അടുത്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യം ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. ഇവിടെ കുറേ പത്ര കട്ടിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഓവർ പോപ്പുലേഷൻ ആണെന്നും നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണ്, നമ്മുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നല്ലൊരു കാര്യമല്ല ഈ പോപ്പുലേഷൻ്റെ എണ്ണം കൂടുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ രാജ്യം അത്ര വലിയൊരു രാജ്യമൊന്നുമല്ല. വലിപ്പത്തിൽ 7ാം സ്ഥാനത്ത് കിടക്കുന്ന രാജ്യം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് വരുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കുറഞ്ഞ സ്ഥലത്ത് ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കുന്നു, അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതാ ഇവിടെ നമുക്ക് പറഞ്ഞു പോപ്പുലേഷൻ കൂടുന്നതിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. പോവർട്ടി ഉണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, സ്റ്റാർവേഷൻ ഉണ്ടാവും. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതാ ഇവിടെയൊക്കെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ കണ്ടോ യുണൈറ്റഡ് നേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ നമ്മളെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതാ ഇവിടെ നമ്മൾ ഡെമോഗ്രഫിയുടെ ഡെഫിനിഷനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കണ്ടോ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. എന്തിനാണ്? യുണൈറ്റഡ് നേഷൻ്റെ കീഴിലാണ് വരുന്നത്. പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് ആക്സസ് ടു ക്വാളിറ്റി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസ്, വോളണ്ടറി ഫാമിലി പ്ലാനിംഗ്, മെറ്റേണൽ ഹെൽത്ത് കെയർ, ജെറാട്രിക്ക കെയർ എന്താണെന്ന് ഞാനും മറന്നു. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ജെറാട്രിക്ക എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് എന്ത് UNFPA എന്ന് പറയുന്നത്. അതവിടെ ഇരുന്നോട്ടെ, പരീക്ഷയ്ക്കൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഡെമോഗ്രഫിയെ പറ്റിയിട്ട് അത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നതെന്നും പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി പോപ്പുലേഷൻ നമ്മൾ എടുക്കുന്ന സെൻസസും സർവേയും വഴിയാണെന്നുള്ളതാണ്. അതും നമ്മൾ പഠിച്ചു. പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? സോഷ്യൽ ഡെമോഗ്രഫി, ഫോർമൽ ഡെമോഗ്രഫി എന്താണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. ഇനി പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 901 തൊട്ട് 2011 വരെയുള്ള കണക്ക് നോക്കിയാൽ നമുക്കറിയാം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഗ്രാഫ് വെച്ചുകൊണ്ട് എന്താണ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എക്സ്ട്രാ ആക്ടിവിറ്റിയാണ്, സ്കൂളിൽ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോഗ്രഫി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഡെമോഗ്രഫിയെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ ഡെമോഗ്രഫിയെ പറ്റി നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഡെമോഗ്രഫിയെ പറ്റി അല്ലെങ്കിൽ പോപ്പുലേഷനെ പറ്റി പഠിക്കുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലേ, ഫാക്ടേഴ്സ് എന്ന നിലയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു. മൈഗ്രേഷൻ, ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, ലൈഫ് എക്സ്പെക്റ്റൻസി എന്താണ്, ഏജ് സ്ട്രക്ചർ എന്താണ്, ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണ്. ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ ആൾക്കാരും ആരാണ്, എന്താണ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, വലിയ പാർട്ടായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല, ബോറടിക്കുക. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്ടുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഏതാണ്? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി വരെ. ഏതൊക്കെയാണ്? മൈഗ്രേഷൻ, ബർത്ത് റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, ലൈഫ് എക്സ്പെക്റ്റൻസി, ഏജ് സ്ട്രക്ചർ, ഡിപ്പെൻഡൻസി റേഷ്യോ. അടുത്ത പാർട്ട് തൊട്ട് നമ്മൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോകും. അടുത്തൊരു പാർട്ട് നമ്മളൊരു 2-3 ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫാക്ടേഴ്സ് അടുത്ത ക്ലാസ്സിലായിരിക്കും. ചെറിയ ചെറിയ പാർട്ടായിട്ട് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.